ഹലോ എവരിവൺ, എല്ലാവർക്കും ക്ലവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഗോപാലകൃഷ്ണ കൗൽ എഴുതിയ പെഹ്ലി ബൂന്ദ് എന്ന കവിത മനസ്സിലാക്കാം. പെഹ്ലി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ബൂന്ദ് എന്ന് പറഞ്ഞാൽ തുള്ളി, വെള്ളത്തിൻ്റെ തുള്ളികൾ, മഴത്തുള്ളികൾ, ആദ്യത്തെ മഴത്തുള്ളി. നമ്മുടെ ഇന്ത്യയിലെ ഓരോരോ സ്റ്റേറ്റ്സിലെയും കാലാവസ്ഥ വ്യത്യസ്തമാണ് അല്ലേ? ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നല്ല ചൂടാണ്, ചില സ്ഥലങ്ങളിൽ മഴയും. കേരളത്തിൽ നല്ല മഴയാണ്. പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, UP ഇവിടെയൊക്കെ നല്ല ചൂടാണ്. മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ചൂട് വളരെയധികം കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ ജൂൺ ആകുമ്പോഴേക്കും മഴ തുടങ്ങും. നന്നായി ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ആ അനുഭവം എങ്ങനെയായിരിക്കും, അതാണ് കവി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന ആ പ്രകൃതി ഭംഗി, പുതിയ വിത്തുകളൊക്കെ മുളച്ചു വരുമ്പോഴുണ്ടാകുന്ന ആ സൗന്ദര്യമാണ് കവി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് കവിയെ പരിചയപ്പെടാം. കവിസെ പരിചയം. धरती के सूखे अधरों पर पहली बूंद के गिरने का अद्भुत दृश्य रचने वाले बाल साहित्यकार गोपाल कृष्ण कौल 1923-2007 ने बच्चों के लिए देश प्रेम, प्रकृति और जीव जंतुओं से जुड़ी बहुत सी मनोरम कविताएं लिखी है. अपनी एक अन्य कविता हम कुछ सीखे में वे कहते हैं, देश हमें देता है सब कुछ, हम भी तो कुछ देना सीखें. ധർത്തി കെ സൂഖെ അധരോം പർ, ഭൂമിയുടെ, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയുടെ ഉണങ്ങിയ ചുണ്ടുകളിലേക്ക്. സൂഖെ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, അധർ എന്ന് പറഞ്ഞാൽ ഹോട്ട്, ചുണ്ട്. ഭൂമിയുടെ ഉണങ്ങിയ ചുണ്ടുകളിലേക്ക് പെഹ്ലി ബൂന്ദ് കെ ഗിർനെ കാ അദ്ഭുത ദൃശ്യം, ആദ്യത്തെ മഴത്തുള്ളി വീഴുന്ന ആ അത്ഭുതമായ ദൃശ്യം രചനയവാല, അത് എഴുതി കാണിച്ച ബാലസാഹിത്യകാരനാണ് ഗോപാലകൃഷ്ണ കൗൽ. അദ്ദേഹം ജനിച്ചത് 1923 1923, പിന്നെ നിര്യാതനായത് 2007, അതായത് 2007. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ദേശപ്രേം, അതായത് രാജ്യസ്നേഹം, പിന്നെ പ്രകൃതി ഭംഗി, പിന്നെ ജീവജാലങ്ങളെക്കുറിച്ചുള്ള ജീവജാലങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ അന്യ കവിത ഹം കുച്ച് സീഖേ മേ വേ കഹത്തെ ഹെ, തൻ്റെ ഒരു കവിതയായ ഹം കുച്ച് സീഖേ, അതിൽ അദ്ദേഹം പറയുന്നു, ദേശ് ഹമേ ദേത്താ ഹെ സബ് കുച്ച്, രാജ്യം നമുക്ക് എല്ലാം തരുന്നു, നമ്മുടെ ഭാരതം നമുക്ക് എല്ലാം തരുന്നു. ഹം ബി തോ കുച്ച് ദേനാ സീഖേ, നമ്മളും എന്തെങ്കിലും കൊടുക്കാൻ പഠിക്കണം. പെഹ്ലി ബൂന്ദ്, ആദ്യത്തെ മഴത്തുള്ളി, ആദ്യത്തെ വെള്ളത്തിൻ്റെ തുള്ളി. वो पावस का प्रथम दिवस जब पहली बूंद धरा पर आई, अंगूर फूट पड़ा धरती से, नवजीवन की ले अंगड़ाई. वो पावस का प्रथम दिवस, പാവസ് എന്ന് പറഞ്ഞാൽ വർഷാ ഋതു, റെയിനി സീസൺ, അതായത് മഴക്കാലം. മഴക്കാലത്തെ പ്രഥം ദിവസ്, ആദ്യത്തെ ദിവസം. പെഹ്ലാ ദിൻ, ജബ് എപ്പോഴാണോ, പെഹ്ലി ബൂന്ദ് ആദ്യത്തെ വെള്ളത്തിൻ്റെ തുള്ളി. ധര, ധര എന്ന് പറഞ്ഞാൽ ധർത്തി, ഭൂമി, ഭൂമിയിലേക്ക് വന്നു. ആ മഴക്കാലത്തെ ആദ്യത്തെ ആ ദിവസം എപ്പോഴാണോ മഴവെള്ളം ഭൂമിയിലേക്ക് വന്നത്. അങ്കുർ ഫൂട്ട് പടാ ധർത്തി സെ, അപ്പോൾ എന്താ സംഭവിച്ചത്? അങ്കുർ ഫൂട്ട് പടാ, അങ്കുർ ഫൂട്ട് പടാ എന്ന് പറഞ്ഞാൽ അതുവരെ ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന ഭൂമിയിൽ ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടാവും, അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ വെള്ളം ഭൂമിയിലേക്ക് എത്തിയപ്പോൾ അതെല്ലാം മുള പൊട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് വിത്ത് മുളച്ചിട്ട് അങ്ങനെ വന്നു, മുള പൊട്ടി വന്നു. ധർത്തീസെ, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. നവജീവനിക്ക് ലേ അങ്കടായി, എങ്ങനെയാണ് വന്നത്? നവജീവനിക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്. നയാ ജീവൻ, നവജീവൻ എന്ന് പറഞ്ഞാൽ നയാ ജീവൻ, പുതിയൊരു ജീവനായിട്ട്. ലേ അങ്കടായി, അങ്കടായി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയും കാലൊക്കെ നിവർത്തി ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കില്ലേ, കെട്ട് കൈയും കാലൊക്കെ നിവർത്തി എഴുന്നേൽക്കില്ലേ, ഞെളിഞ്ഞ് നിവർന്ന് എഴുന്നേൽക്കില്ലേ, അതിനാണ് അങ്കടായി എന്ന് പറയുന്നത്. അങ്ങനെ പുതിയൊരു ജീവൻ ഭൂമിയിലേക്ക് ഉണർന്ന് എഴുന്നേറ്റ് വരികയാണ് എന്നാണ് കവി പറയുന്നത്. വിത്ത് മുളച്ച് ചെടിയായി വരുന്നതിന്. वो पावस का प्रथम दिवस जब पहली बूंद धरा पर आई, अंगूर फूट पड़ा धरती से,
നവജീവൻക്ക് ലേ അങ്കടായി, പുതിയൊരു ജീവിതത്തിലേക്ക് ഉറക്കമെഴുന്നേറ്റ് വരികയാണ്. മുള പൊട്ടി തളിരിലകളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വരികയാണ്, പച്ചപ്പ് നിറഞ്ഞ് വരികയാണ്. പെഹലി ബൂന്ത്, ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിലേക്ക് വീണപ്പോൾ, മഴക്കാലത്തെ ആ ആദ്യത്തെ ദിവസം ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിലേക്ക് വീണപ്പോൾ വിത്തൊക്കെ മുളച്ച് അങ്ങനെ ചെടിയായിട്ട് മാറി വരികയാണ്. ധർത്തി കെ സൂखे अधरों पर गिरी बूंद अमृत सी आकर वसुंधरा की रोमावली सी हरी धूप पुलकी मुस्काई पहली बूंद धरा पर आई. ധർത്തി കെ സൂखे अधरों पर, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയുടെ സൂക്കെ, സൂഖ്ന എന്ന് പറഞ്ഞാൽ ഉണങ്ങുക, സൂക്കെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരണ്ട, അധരോംപർ, അധർ എന്ന് പറഞ്ഞാൽ ചുണ്ട്, ഭൂമിയുടെ ഉണങ്ങിയ ചുണ്ടിലേക്ക്. അതെന്താണ് കവി ഉദ്ദേശിച്ചത്? അതായത് ഭൂമിയിലേക്ക്, നിലത്തേക്ക്, ഭൂമിയിലേക്ക് ഗിരി, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ഗിരി വീണു. ഗിർണ എന്ന് പറഞ്ഞാൽ വീഴുക, വീണു. ബൂന്ത് മഴത്തുള്ളി, മഴവെള്ളത്തിൻ്റെ ആ തുള്ളി വീണു. അമൃത് സി ആക്കർ, എങ്ങനെയാണ് അത് തോന്നിയത്? അമൃത് പോലെ. അമൃത് എന്ന് പറഞ്ഞാൽ മരണത്തെ ഇല്ലാതാക്കുന്ന പാനീയം. അപ്പോൾ അമൃത് പോലെയാണത് തോന്നിയത് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഴത്തുള്ളി വീണപ്പോൾ. അമൃത് പോലെ ഭൂമിയുടെ ചുണ്ടുകളിലേക്ക് അത് വീണപ്പോൾ എന്താ സംഭവിച്ചത്? വസുന്ധരാക്കി രോമാവലേസി ഹരിധൂപ് പുലുക്കി മുസ്കായി. വസുന്ധരാക്കി രോമാവലേസി ഹരിധൂപ് പുലുക്കി മുസ്കായി. അതായത് ഹരിധൂപ് എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ല്, കുഞ്ഞു കുഞ്ഞു പച്ചപ്പുല്ല് ഭൂമിയിൽ ഉണ്ടായി വന്നു. അത് വസുന്ധരാക്കി രോമാവലേസി, ഭൂമിയെ ഒരു സ്ത്രീയായിട്ടാണ് കവി ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. വസുന്ധര എന്ന് പറഞ്ഞാൽ പൃഥ്വി, ഭൂമി. ഭൂമിയുടെ വസുന്ധരയുടെ രോമാവലി പോലെ, രോമോങ്കി പങ്ക്തി, രോമങ്ങളുടെ നിര പോലെ ആണ് പച്ചപ്പുല്ല് ഉണ്ടായി വന്നിരിക്കുന്നത്. അത് പുലുക്കി മുസ്കായി. പുലക്കന എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് രോമം എഴുന്നേറ്റ് നിൽക്കുക, രോമാഞ്ചം കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ സന്തോഷം കൊണ്ട് രോമം എഴുന്നേറ്റ് നിൽക്കുക. മുസ്കായി എന്ന് പറഞ്ഞാൽ മുസ്കുരായി, ചിരിച്ചു, പുഞ്ചിരിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാണ് ഹരിധൂപ്, പച്ചപ്പുല്ല് ഉണ്ടായിരിക്കുന്നത്. പെഹലി ബൂന്ത് ധരാപ്പർ ആയി, ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിൽ വീണു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഭൂമിയെ കവി ഒരു സ്ത്രീയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉണങ്ങി വരണ്ട ചുണ്ടുകളിലേക്ക് അമൃത് പോലെയാണ് മഴ പെയ്തത്, മഴത്തുള്ളി വീണത്. അപ്പോൾ എന്താ സംഭവിച്ചത്? വസുന്ധരാക്കി രോമാവലേസി, വസുന്ധരയുടെ ഭൂമിയുടെ രോമങ്ങളുടെ നിര പോലെയാണ് പച്ചപ്പുല്ലുണ്ടായി വന്നത്. അതിങ്ങനെ സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആസ്മാൻ മേ ഉടുത്ത സാഗർ ലഗാ ബിജലിയോं के स्वर्णिम पर बजा नगाड़े जगा रहे हैं बादल धरती की तरुणाई पहली बूंद धरा पर आई. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, ഉടുത്ത സാഗർ ഉടന പറക്കുക, സാഗർ സമുദ്രം, ബിജലി എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് മിന്നൽ, സ്വർണ്ണിം സ്വർണ്ണ കളറുള്ള, പർ പങ്ക് ചിറക്. അപ്പോൾ കവി എന്താ പറയുന്നത്? ആസ്മാനമേ ഉടുത്ത സാഗർ, സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്രം, മേഘത്തെ സമുദ്രമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ സമുദ്രം ആകാശത്ത് വന്നിട്ട് പറക്കുകയാണ്, ആകാശത്ത് വന്ന് പറക്കുകയാണ്. എങ്ങനെയാണ് പറക്കുന്നത്? സ്വർണ്ണിം പർ, സ്വർണ്ണ ചിറകുള്ള, ഗോൾഡൻ കളറിലുള്ള ചിറക്, പർ എന്ന് പറഞ്ഞാൽ ചിറക്, ഗോൾഡൻ കളറിലുള്ള ചിറക് വെച്ചുകൊണ്ടാണ് സമുദ്രം ആകാശത്ത് പറക്കുന്നത്. അപ്പോൾ എന്താണ് ഗോൾഡൻ കളറിലുള്ള ചിറക്? മിന്നൽ. മേഘത്തെ സമുദ്രമായിട്ട് ഉപമിച്ചിരിക്കുന്നു, മിന്നലിന് സ്വർണത്തിൻ്റെ നിറമുള്ള ചിറകായിട്ട് ഉപമിച്ചിരിക്കുന്നു. ബജാ നഗാഡെ ജഗാ രഹേ ഹെ ബാദൽ ധർത്തി കി തരുണായി. ബജാ നഗാഡെ, നഗാഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രം, ഒരു വാദ്യോപകരണമാണ് നഗാഡ. അത് കൊട്ടുകയാണെന്ന് പറയുന്നു. അതെന്തിനാണ് ഉപമിച്ചിരിക്കുന്നത്? ഇടിമുഴക്കത്തെ ഇത് നഗാഡ കൊട്ടുന്നത് പോലെ, അത് പ്ലേ ചെയ്യുന്നത് പോലെയാണ് കവി പറയുന്നത്. നഗാഡ എന്ന് പറഞ്ഞാൽ ഡ്രം, അതൊരു വാദ്യോപകരണമാണ്, അത് കൊട്ടുകയാണ്. ബാദൽ ധർത്തിക്ക് തരുണായി, അത് എന്തിനെയാണ് ഉണർത്തുന്നത്? ഭൂമിയുടെ, ധർത്തിക്ക് തരുണായി, ഭൂമിയുടെ യൗവനത്തെ ഉണർത്തുകയാണ്. തരുണായി എന്ന് പറഞ്ഞാൽ യങ് ഏജ്, യൗവനം, ഭൂമിയുടെ യൗവനത്തെ നഗാഡ കൊട്ടിക്കൊണ്ട് ബാദൽ ഉണർത്തുകയാണ്.
മേഘം ഉണർത്തുകയാണെന്നാണ് കവി പറയുന്നത്. ജഗാ രഹേ ഹേ എന്ന് പറഞ്ഞാൽ ഉണർത്തുന്നു. പെഹലി ബൂന്ത് ധരാപ്പർ ആയി, ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിലേക്ക് വന്നപ്പോൾ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, സാഗർ സമുദ്രം. അപ്പോൾ കവി പറയുകയാണ് ബാദൽ എന്താണ്, സമുദ്രം ആകാശത്ത് വന്ന് പറക്കുകയാണ്. അതിന് സ്വർണ്ണ ചിറകാണ് എന്നാണ് മിന്നലിനെ ഉപമിച്ചിരിക്കുന്നത്. സമുദ്രത്തിന് സ്വർണ്ണ ചിറക് വെച്ചിട്ട് പറക്കുകയാണ്. അപ്പോൾ മേഘത്തെയും മിന്നലിനെയുമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നഗാഡ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടിമുഴക്കത്തെ. ഇടിമുഴക്കം കൊണ്ട് എന്താ ചെയ്യുന്നത്, ബാദൽ മേഘം ഭൂമിയുടെ യൗവനത്തെ ഉണർത്തുകയാണ് എന്നാണ് കവി പറയുന്നത്. नीले नयनों सा यह अंबर, काली पुतली से ये जलधर, करुणा विगलित अश्रु बहाकर धरती की चिर प्यास बुझाई, बूढ़ी धरती शशि श्यामला बनने को फिर से ललचाई, पहली बूंद धरा पर आई. കവി എന്താ പറയുന്നത്, നീലേ നയനോസ അംബർ. അംബർ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തെ നീല കണ്ണുകളോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. നയൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. നീല കണ്ണുകളാണ് ആകാശം. ആ നീല കണ്ണുകളിലെ കാലി പുത്ലി സേയെ ജലധർ. ജലധർ എന്ന് പറഞ്ഞാൽ ജൽക്കോ ധാരൻ കർണേവാല, അതായത് കയ്യിൽ വഹിച്ചു കൊണ്ടുപോവുക, ജലത്തെ വഹിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം ജലത്തെ കൊണ്ടുപോകുന്ന ആൾ, അതാണ് ജലധർ. അതാരാണ്, ബാദലാണ് ജലധർ. അപ്പോൾ കാലി പുത്ലി സേയ ജലധർ, ബാദലിനെ, മേഘത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കവി ഉപമിച്ചിരിക്കുന്നത്. കാലി പുത്ലി എന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണി. അപ്പം നീല കണ്ണുകളിലെ കൃഷ്ണമണിയാണ് ഈ മേഘം. നീല കണ്ണുകൾ ആകാശവുമാണ്, കൃഷ്ണമണിയാണ് മേഘം. ഇത് എന്താണ് ചെയ്തത്, കരുണാവിഗലിത് അശ്രു ബഹാകർ. കരുണാവിഗലിത് എന്ന് പറഞ്ഞാൽ കരുണാസെ പിഗൽക്കർ, ദയ തോന്നിയിട്ട് മനസ്സലിഞ്ഞിട്ട്, ഭൂമിയുടെ ഈ അവസ്ഥ കണ്ടിട്ട്, ചൂടുകൊണ്ട് കഷ്ടപ്പെടുന്ന ഭൂമിയുടെ അവസ്ഥ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട്, അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ, ബഹാക്കർ ഒഴുക്കിയിട്ട്, കണ്ണുനീരൊഴുക്കിയിട്ട്, ധർത്തിക്ക് ചിർ പ്യാസ് ബുജായി, ഭൂമിയുടെ ചിർ പ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് ദാഹിച്ചു നിൽക്കുന്ന ഭൂമിയുടെ ആ ദാഹത്തെ ഇല്ലാതാക്കി. ബുജാന എന്ന് പറഞ്ഞാൽ കെടുത്തുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബൂഢി ധർത്തി ശശി ശ്യാമള ബന്നേക്കോ ഫിർസെ ലലിച്ചായി. ബൂഢി ധർത്തി എന്ന് പറഞ്ഞാൽ വയസ്സായ ഭൂമി. വയസ്സായ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതുവരെ വെള്ളമൊന്നും ലഭിക്കാതെ ഉണങ്ങി വരണ്ട് ചുക്കി ചുളിഞ്ഞ് നിൽക്കുന്ന ഭൂമി, അതാണ് ബൂഢി ധർത്തി. അത് ശസ്യശ്യാമള എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായത്, പച്ചപ്പ് നിറഞ്ഞത്, വിളകളെ കൊണ്ടൊക്കെ നിറഞ്ഞത്, വെള്ളം നിറഞ്ഞത്, അങ്ങനെയായി മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഫിർസെ ലലിച്ചായി മോഹിക്കുകയാണ്. ആ വയസ്സായ ഭൂമി വീണ്ടും യുക്തിയാവാൻ വേണ്ടിയിട്ട് മോഹിക്കുകയാണ് എന്നാണ് കവി പറയുന്നത്. ലലിച്ചാന എന്ന് പറഞ്ഞാൽ മോഹിക്കുക, അല്ലെങ്കിൽ അതിയായ ആഗ്രഹം തോന്നുക. അപ്പോൾ ശസ്യശ്യാമള ബന്നേക്കോ ഫിർസെ ലലിച്ചായി, പച്ചപ്പ് നിറഞ്ഞതായി മാറാൻ വേണ്ടിയിട്ട്, ഫലഭൂയിഷ്ടമായി മാറാൻ വേണ്ടിയിട്ട്, നല്ല വിളകളൊക്കെ നൽകുന്ന ഭൂമിയായി മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഭൂമി ആഗ്രഹിക്കുകയാണ്, മോഹിക്കുകയാണ്. പെഹലി ബൂന്ത് ധരാപ്പരായ, ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിലേക്ക് വീണപ്പോൾ. ആരാണ് എഴുതിയത്, ഗോപാലകൃഷ്ണൻ കോൾ. നീലേ നയൻ എന്ന് പറഞ്ഞാൽ നീലക്കണ്ണുകൾ, അംബർ ആകാശം, കാലിപുത്രി എന്ന കൃഷ്ണമണി, ജലധർ മേഘം, കരുണാവികലി ദയ കൊണ്ട് അലിഞ്ഞിട്ട്, മനസ്സലിഞ്ഞിട്ട്, അശ്രു ബഹാന കണ്ണുനീര് ഒഴുക്കുക, ധരത്തി ഭൂമി, ചിർ പ്യാസ് എന്ന് പറഞ്ഞാൽ ലംബേ സമയത്തെ പ്യാസ്, വളരെ സമയമായിട്ട് ദാഹിച്ചു നിൽക്കുന്ന, വളരെ കാലമായിട്ട് ദാഹിച്ചു നിൽക്കുന്ന, ഭുജാന ഇല്ലാതാക്കുക, ബൂഢി ധരത്തി വയസ്സായ ഭൂമി, ശസ്യശ്യാമള എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായത്, പച്ചപ്പ് നിറഞ്ഞത്, ഫലങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞത് എന്നാണ് അർത്ഥം. ലലിച്ചാന എന്ന് പറഞ്ഞാൽ മോഹിക്കുക, അതിയായ ആഗ്രഹം തോന്നുക, പെഹലി ബൂന്ദ് ആദ്യത്തെ മഴത്തുള്ളി. എൻ്റെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.